കോട്ടയം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച്. പാതി വഴിയിൽ നിലച്ച ആകാശപാത സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രി റോഡിൽ നിന്നും എംഎൽഎയുടെ ഓഫീസിലേക്കാണ് മാർച്ച്. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.സി. ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. തത്സമയ ദൃശ്യങ്ങൾ. പഞ്ചിക്കാട് നിയോജകമണ്ഡലം കൺവീനർ ശ്രീ ഉണ്ണി വടവാതൂർ, ജനറൽ സെക്രട്ടറി മണിക്കുട്ടൻ അടക്കം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും കോട്ടയം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, ഏരിയ ഭാരവാഹികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാന്യനായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം കേരളത്തിൽ ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ നേതാവുമായ ശ്രീ പി.സി. ജോർജ് സാർ, പാർട്ടിയുടെ ഏറെ ബഹുമാന്യനായ ജില്ലയുടെ അമരക്കാരൻ ശ്രീ ജില്ലാൽ, പാർട്ടിയുടെ മേഖലയുടെ വൈസ് പ്രസിഡന്റ് ടി.എൻ. ഹരികുമാർ അവർ, ജില്ലയുടെ വൈസ് പ്രസിഡന്റ് അരുൺ മൂലടം, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 15 വർഷക്കാലമായി കോട്ടയത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇന്ത്യയുടെയും നേതൃത്വത്തിൽ ആണ് ഇന്ന് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോട്ടയം ജില്ലയുടെ ആസ്ഥാനമായ ഒരു നിയോജക മണ്ഡലമാണ്. ആ നിയോജക മണ്ഡലം ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാക്കി മാറ്റിയ കോട്ടയത്തിന്റെ എംഎൽഎ ആണ് അതിന്റെ മുഖ്യ കാരണക്കാരൻ. അദ്ദേഹം സാധാരണ ഒരു എംഎൽഎ മാത്രമായിരുന്നില്ല. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ട് പോലും ഈ കോട്ടയം നിയോജക മണ്ഡലത്തിലേക്ക് യാതൊരു വികസന പദ്ധതികളും തന്റെ നേതൃത്വത്തിൽ എത്തിക്കാൻ സാധിക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ 15 വർഷക്കാലമായി വികസനം കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണ വീടുകളിലും മരണ വീടുകളിലും മാത്രം തെണ്ടി നടക്കുന്ന ഒരു എംഎൽഎ ആയി കോട്ടയത്തിന്റെ എംഎൽഎ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. ഒരു എംഎൽഎ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തുകൊണ്ട് വികസനം തന്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടകന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കൂടുതലായി ഒന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ആദരണീയനായ കോട്ടയം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു. അല്പസമയത്തിനകം പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്യും. പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷത്തിലേക്ക് തത്സമയ ദൃശ്യങ്ങൾ. സ്നേഹമുള്ള ദേശീയ ജനാധിപത്യ സഖ്യ നേതാക്കന്മാരായ ടി.എൻ. ഹരികുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ റീബ വർക്കി, അരുൺ, മുകേഷ്, ഉണ്ണി, നമ്മുടെ കൌൺസിലർമാരായ വിനു ആർ മോഹൻ, കെ ശങ്കരൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രിയങ്കരായ നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, വളരെയേറെ ദുഃഖത്തോടുകൂടിയാണ് ഈ ജനം ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. 15 വർഷമായി ഒരു എംഎൽഎയെ വളരെ ആദരവോടുകൂടി കൊണ്ടുനടക്കുകയാണ് കോട്ടയത്തെ ജനങ്ങൾ. പക്ഷേ അദ്ദേഹം എന്താണ് കോട്ടയത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം ദയവ് ചെയ്ത് ജനങ്ങളോട് പറയുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കാതിരിക്കുകയായിരിക്കും ഭേദം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം നമ്മുടെ യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് നമുക്കറിയാം. ആകാശപാതയുടെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ആകാശപാത 2014 പണി ആരംഭിച്ചതാണ്. ഇപ്പോഴും ആ കുന്തം അവിടെ നിൽക്കുക, തുരുമ്പ് പിടിച്ച്. 11 കൊല്ലമായി ആ ഇരുമ്പ് കൂട് ആ മുകളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും അതിനൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയാത്ത എംഎൽഎ ആയി പ്രിയങ്കരനായ തിരുവഞ്ചൂർ മാറിയിരിക്കുന്നത് എത്രയോ ദുഃഖകരമാണ്. അതായത് 2014 എന്ന് പറയുമ്പോൾ 11 കൊല്ലമായിരിക്കുന്നു. മനസ്സിലായില്ല, 11-12 കൊല്ലമായി. അതിന്മേൽ കേസുണ്ടായല്ലോ. ആ കേസുണ്ടായപ്പോൾ രണ്ടും കണക്കാ, LDFും കണക്കാ, UDFും കണക്കാന്ന് പറയേണ്ടി വരും.
ആ കേസുണ്ടായപ്പോൾ ആരോ ഒരു വ്യക്തി കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചപ്പോ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ MLA-യും കക്ഷി ചേർന്നതാണ്. എന്തായിരുന്നു കക്ഷി ചേർന്നിട്ടുള്ള അപകടകര നീക്കം? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉറച്ച നിലപാട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ഒരു ജഡ്ജിയാണെന്ന് പേരുദോഷമുള്ള പ്രിയങ്കരനായ ഹൈക്കോടതി ജഡ്ജി, ഞാൻ അങ്ങനെ ആരോടും ഉന്നയിക്കുന്നില്ല, അദ്ദേഹത്തിന് പോലും സഹിക്കാൻ പറ്റാത്തതായി ഈ ആകാശപാത. അവസാനം കോട്ടലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തു. അങ്ങനെ വന്ന് കോട്ടലക്ഷ്യത്തിന് ഗവൺമെന്റ് സെക്രട്ടറി ശിക്ഷിക്കപ്പെടുന്നു വന്നപ്പോ ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തു. നയപരമായി ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു. പോരെ, നയപരമായ അതിന്റെ നയമാണ്. 2014 ഗവൺമെന്റ് തുടങ്ങുമ്പോൾ നയപരമായ തീരുമാനമുണ്ടോ? 14 മുതൽ 26 വരെ ആയില്ലേ? നയപരമായ തീരുമാനം എന്താണുള്ളത്? നയപരമായ തീരുമാനമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നതിനൊരു കണക്കുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഒരു വലിയ കാര്യം കൂടി നല്ലവരായി നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് പറയുകയാണ്. MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരു MLA-ക്ക് ഒരു വർഷം 1 കോടി രൂപ MLA ഫണ്ടും 5 കോടി രൂപ ആസ്തി വികസന ഫണ്ടും ലഭിക്കും. മനസ്സിലായോ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 കോടി രൂപ MLA ഫണ്ട്, 5 കോടി രൂപ ആസ്തി വികസന ഫണ്ട്. ഈ 1 കോടി രൂപ എനിക്ക് സൗകര്യം, ഞാനാണ് MLA, എനിക്ക് സൗകര്യമുള്ളതിന് ഉപയോഗിക്കാം. ആരുടെയെങ്കിലും വീട് നന്നാക്കാൻ വേണേ കൊടുക്കാം. മനസ്സിലായില്ലേ? പാവങ്ങളുടെ വീട് വെക്കാനോ ഇടകടി ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ ഏത് ആവശ്യത്തിനും വിനിയോഗിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. 5 കോടി രൂപ ആസ്തി വികസന ഫണ്ട്, അതിനൊരു നിബന്ധനയുണ്ട്. 6 മീറ്റർ കുറവുള്ള റോഡ് ടാർ ചെയ്യാനോ വർക്ക് ചെയ്യാനോ പാടില്ല. പക്ഷെ 6 മീറ്റർ ഉണ്ടെങ്കിൽ ടാർ ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്യാം. അതുപോലെ സ്കൂൾ കെട്ടിടം പണിയാം. അതുപോലെ തന്നെ ഏത് വർക്ക് അതുപോലുള്ള വർക്കുകൾക്കും ഉപയോഗിക്കാം. നമ്മുടെ ക്ഷേത്രക്കുളങ്ങൾ നന്നാക്കാം. എന്ന് വേണ്ട 5 കോടി രൂപ MLA ഇഷ്ടപ്രകാരം വിനിയോഗിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവഞ്ചൂരിന്റെ കയ്യിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? അദ്ദേഹം 90 കോടി രൂപ 15 വർഷം കൊണ്ട് വാങ്ങിയിട്ടുണ്ട്. ഈ 90 കോടി രൂപ അദ്ദേഹം എന്ത് ചെയ്തു പറയണം. കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോടല്ല, കോട്ടയത്തെ MLA ആക്കിയ ജനങ്ങളോട് അദ്ദേഹം പറയണം, ഈ 90 കോടി രൂപ ഞാൻ എന്താവശ്യത്തിന് വിനിയോഗിച്ചു, ഇന്ന വർക്കുകൾക്ക് ഉപയോഗിച്ചു എന്ന് പറയണം. പല MLA-മാര് MLA പെണ്ണും കക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കടക്കുന്നില്ല, നാണക്കേടാണല്ലോ. പക്ഷേ തിരുവഞ്ചൂരിന്റെ പേരിൽ അങ്ങനെ ഒരു പരാതി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അത് പറഞ്ഞേ മതിയാവും. തീർച്ചയായും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകണ്ടേ? ഇവിടെ ഇപ്പോ വികസന കാര്യങ്ങളിൽ ഏറ്റവും മോശം ജില്ലയുടെ ഭാഗമായി കോട്ടയം നിയോജകമണ്ഡലം മാറുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു എന്നതുകൊണ്ടുള്ള സമരമല്ല ഇത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ MLA-മാരുടെ ഓഫീസിലേക്ക് ഞങ്ങളെ മാർച്ചുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവഞ്ചൂർ MLA-യുടെ ഓഫീസിന്റെ വീടുകൾ തന്നെയാണ് നമ്മൾ സത്യാഗ്രഹം വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ആക്രമിക്കാമെന്നതല്ല, കൊല്ലാമെന്നതല്ല. അദ്ദേഹത്തോട് സ്നേഹത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് പറയണം എന്ന അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞാൽ മതിയാവൂ, പറയാതെ പോകാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഇതിലും ശക്തമായ സമരങ്ങളെ നേരിടേണ്ടി വരും എന്ന് തിരുവഞ്ചൂരിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? ഇവിടെ 90 കോടി രൂപ ഉണ്ടല്ലോ. ഗവൺമെന്റിന്റെ ഭാഗമായി നിന്ന മന്ത്രിയായിരുന്ന മനുഷ്യനല്ല തിരുവഞ്ചൂർ. എത്ര കോടി രൂപ അവിടെ ചെലവഴിക്കാൻ കഴിയും? എന്ത് ചെയ്തു പറയണ്ടേ? ഞാൻ മുഴുവനും പറയുന്നില്ല. നമ്മുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തിരുവഞ്ചൂർ ഒരു ദിവസം വന്നാൽ ഞാൻ നടന്നുകൊണ്ട് കാണിക്കാം എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് ഏകദേശം. അപ്പോ തിരുവഞ്ചൂരിന് ബോധം ഉണ്ടാവും. മനസ്സിലായില്ലേ? അവിടെ ആ ബൈപ്പാസിന് തന്നെ 17 കോടി രൂപ കൊടുത്താ ചെയ്തിരിക്കുന്നത് മുണ്ടക്കയത്ത്. മനസ്സിലായില്ലേ? എന്തൊരു കഷ്ടകാലമാണ് തിരുവഞ്ചൂരെ. കോട്ടയം പോലൊരു പട്ടണത്തിൽ ഇതുപോലെ ജനങ്ങൾ അധിവസിക്കുന്ന നാട്ടിൽ യാതൊന്നും ചെയ്യാതെ എങ്ങനെ കൈവാടിച്ച് നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിരുവഞ്ചൂരോട് വ്യക്തിപരമായി എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പരാതി പറയാതിരിക്കാൻ എനിക്ക് കാവില്ലാത്തത് കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായും ഞാൻ ഒന്ന് ആലോചിക്കണം. നമ്മുടെ ഒറ്റ ഉദാഹരണം, നമ്മുടെ റീബ വർക്കി ഇവിടെ ഉണ്ട്. ആരാ റീബ വർക്കി?
റീബ വർക്കി കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണായി സേവനം ചെയ്ത കോൺഗ്രസ് നേതാവായിരുന്നു. ഇപ്പോ ആ റീബ വർക്കിയും എന്തുകൊണ്ട് BJPയിൽ വന്നു പറ്റി പറയട്ടെ, അവര് പറയും. മനസ്സിലായോ? ഇതാ നിൽക്കുന്ന റീബ വർക്കി BJPയുടെ നേതാവായി മാറിയിരിക്കുക. മനസ്സിലായോ? അപ്പോ കോൺഗ്രസിന്റെയും തിരുവഞ്ചൂരിന്റെയും പ്രവർത്തനങ്ങളിലുള്ള വൈകല്യം ജനങ്ങൾക്ക് ബോധ്യമാകാനാണ് പ്രിയങ്കരിയായ റീബ വർക്കിയെ ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ 2 കൌൺസിലർമാരുണ്ട്, വിനു ആർ മോഹനും നമ്മുടെ ശങ്കരനും. ആ 2 മെമ്പർമാരും വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടാകണം, അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ആരംഭിക്കണം എന്ന് വിനയമത്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 26 കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യവും മാറിയിരിക്കും. യാതൊരു സംശയവും ആർക്കും വേണ്ട എന്ന് വിനയമത്സരം ഞാൻ അറിയിക്കുന്നു. യാതൊരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. അടുത്ത 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവായ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നതിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. തീർച്ചയായും എളിവനായ ഞാനും ഇപ്പോഴത്തെ നിലയിൽ അവിടെ കാണാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാനിനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന നിലയിൽ നിന്നവനാണ്. എങ്കിലും പാർട്ടിയുടെയും പൊതുവായ ജനങ്ങളുടെയും വികാരം മാനിച്ചുകൊണ്ട് എന്താണോ അത് ചെയ്യാൻ ഞാൻ നിർബന്ധനാവും ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ, നിൽക്കുമെന്ന് പറഞ്ഞതല്ല. തീർച്ചയായും അവിടെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവിടെ ഞാൻ പറഞ്ഞോളാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു. തീർച്ചയായും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകർക്കും വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പ്രസംഗിക്കും തോറും നിങ്ങൾ വെയിൽ കൊണ്ട് മടുക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വെയിൽ കൊള്ളിക്കുന്നത് ശരിയല്ല. അത് തന്നെയല്ല, എനിക്ക് പൊൻകുന്നത്തൊരു യോഗത്തിൽ 12 മണിക്ക് പങ്കെടുക്കേണ്ട മണി 12:15 ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. വരാൻ പോകുന്ന കാലഘട്ടം നമ്മുടേതാണ്. നരേന്ദ്രമോദി എന്ന ലോക നേതാവാണ് നമ്മുടെ നേതാവ് എന്നതിൽ നമുക്ക് അഭിമാനം വേണം. തീർച്ചയായും മോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കോട്ടയം ജില്ലാ കമ്മിറ്റി വിജിലാന്റെ നേതൃത്വത്തിൽ ശക്തമായി പ്രവർത്തിച്ചു പോവുകയാണ്. ആ ജില്ലാ കമ്മിറ്റിയുടെ നോട്ടീസ് ഉടൻ കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നോട്ടീസ് എത്തിക്കും. നിങ്ങൾ വീട് കയറി എല്ലാ വീട്ടിലും നോട്ടീസ് കൊടുക്കണം. ഇവിടുത്തെ കാട്ടുകള്ളന്മാർ LDF-ഉം UDF-ഉം 2 കൂട്ടുകള്ളന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് വിടാതെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ജനം അറിയണം കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു. ഇവിടെ പട്ടിണി കൂടാതെ മനുഷ്യൻ ജീവിക്കുന്നത് സൗജന്യ റേഷൻ കൊണ്ടാണ്. ആര് കൊടുക്കുന്നതാണത്? കേന്ദ്ര ഗവൺമെന്റ് മോദിജിയുടെ സംഭാവനയാണ്. കേരളത്തിലെ 1,30,00,000 ആളുകൾക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇതെല്ലാം നോട്ടീസിലുണ്ടാവും. ആ നോട്ടീസ് നിങ്ങൾ കുടുംബത്തിൽ BJPയുടെ പ്രതിഷേധം തിരുവഞ്ചൂരിന്റെ ഓഫീസിലേക്ക് PC ജോർജാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.